അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൊഴികളിലൂടെയാണ് നാം ഈ വിശുദ്ധ മാസത്തിൽ സഞ്ചരിക്കുന്നത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവനുള്ള ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല നൽകും. ഇനി വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അശ്ശറ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് തിന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ എത്ര തന്നെ തെറ്റ് ചെയ്താലും ദുനിയാവിൽ ഒരു പ്രയാസവും കൊടുക്കാതെ മഹ്ശറ വരെ എത്തിക്കുകയും അവിടെ വെച്ച് ഒറ്റപ്പിടുത്തം പിടിക്കുകയും ചെയ്യുമെന്നാണ് ഹദീസിന്റെ സാരം. ചുരുക്കത്തിൽ നമ്മിൽ പല ആളുകളും പരാതികളാണ്. ഞാൻ എത്ര തന്നെ നിസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും റബ്ബിനു മുമ്പിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് റബ്ബിന്റെ അടുത്തേക്ക് പരാതികൾ ബോധിപ്പിച്ചാലും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും തീരുന്നില്ല എന്ന്. അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്യാത്ത, എപ്പോ നോക്കിയാലും ഹറാമായ കാര്യങ്ങളിൽ നടക്കുന്ന ആളുകൾ അവർ വളരെ സന്തോഷത്തോടെ ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്. അവർക്കൊരു പ്രശ്നമില്ല, പ്രയാസമില്ല. പള്ളിയിൽ പോകുന്ന നിസ്കരിക്കുന്ന എനിക്കാണ് എപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും. ഇത് പല മനുഷ്യരുടെയും പരാതിയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, ദുനിയാവിൽ വെച്ചുകൊണ്ട് പ്രയാസങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പടച്ച തമ്പുരാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന, നിനക്ക് നന്മ വരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ എല്ലാ പ്രശ്നങ്ങളും ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിച്ച് മഹ്ശറയിലേക്ക് വരുമ്പോൾ സംശുദ്ധനായിക്കൊണ്ട് നല്ലവനായിക്കൊണ്ട് നിന്നെ അവിടെ എത്തിക്കാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. എന്നാൽ എത്ര തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും റബ്ബിന് മുന്നിൽ അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് നിന്നതിന്റെ പേരിൽ മഹ്ശറയിൽ ഒരു തെറ്റുമില്ലാത്തവരായി ഇത്തരക്കാരായ ആളുകൾ മാറുന്നു. മറുവശത്ത് ദുനിയാവിൽ പാപപങ്കിലമായ അന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ട് തെറ്റുകളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിച്ച് അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തോന്നിയതുപോലെ നടക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ഒരു ശിക്ഷയും കൊടുക്കുന്നില്ല. അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അത് കാണുമ്പോൾ ഒരിക്കലും ഒരു വിശ്വാസി ബേജാറാവരുത്. കാരണം എന്താണെന്നറിയോ? അതാണ് ഹദീസ് പറഞ്ഞത്. അല്ലാഹു തആല ശർറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവന്റെ ശിക്ഷയെ ഖിയാമത്ത് നാളിലേക്ക് മാറ്റിവെക്കും. ഇവിടെ അവൻ തോന്നിയതുപോലെ മതിച്ച് നടക്കട്ടെ,